ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയിട്ടിരിക്കുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ, അമ്മ, അച്ഛൻ, യുവി, വിഷ്ണു, നമ്മൾ 5 പേരും കൂടെ ഇന്ന് ഓണം ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. വളരെ പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ ആയിരുന്നു. ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ എല്ലാവർക്കും ഓണക്കോടി വാങ്ങിച്ചു തരണമെന്ന്. ഹലോ, ഹായ്. നമ്മുടെ നെയ്ബറായിരുന്നേ, അപ്പോൾ പുള്ളീനെ കണ്ടെന്ന് വർത്താനം പറയാൻ തന്നതായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഓണം ഷോപ്പിങ്ങിന് പോവുകയാണ്. യുവാന്റെ ഫസ്റ്റ് ഓണാവുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരാഗ്രഹം, അവനും അത് ഒപ്പം എനിക്കും വിഷ്ണുവിനും ഒരു പേര് ഡ്രസ്സൊക്കെ എടുത്ത് തരണം, ഇവിടെ നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡ്രസ്സ് എടുത്ത് കൊടുത്ത് ഓണത്തിൻ്റെ ഒരു ഫീൽ ഇപ്പം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഏകദേശം ഒരു 12 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ലേറ്റായി, യുവാൻ ലേറ്റായി, വിഷ്ണു ലേറ്റായി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ ഒരു 1:30 ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഞാൻ ഇനി ലേറ്റായ എനിക്ക് നല്ല ചീത്തക്കുള്ള ചാൻസ് ഉണ്ട്. ഹലോ, സ്റ്റക്കായി പോയി എന്റെ ഹലോല്. ഞാൻ എന്റെ വ്ളോഗിന്റെ പ്രത്യേകത ഞാൻ പറയായിരുന്നു കേട്ടോ. മുന്നേ വിഷ്ണുവിന് മാത്രം ക്യാമറ ഷൈ ആണെന്നുള്ളത് ഡീൽ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ എന്റെ വ്ളോഗിൽ ഞാൻ എനിക്ക് വേണ്ടതൊക്കെ പറയും. വിഷ്ണുവിന് വേണ്ട ഡയറക്ഷനിൽ വിഷ്ണു നടക്കും, അമ്മയ്ക്ക് വേണ്ട ഡയറക്ഷനിൽ അമ്മ നടക്കും, അച്ഛന് വേണ്ട ഡയറക്ഷനിൽ അച്ഛൻ നടക്കും. ഞാനിവിടെ എനിക്ക് വേണ്ടതൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ നടക്കും. എങ്ങനെയാണ് അച്ഛാ ഇവിടെ വന്നിട്ട് ഇത്ര ദിവസം വീട്ടിന്റെ അകത്തിരുന്നിട്ട്? അച്ഛൻ നല്ല ബോറടി ഉണ്ട്, മുഖത്ത് ഇങ്ങനെ അടക്കി പിടിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. അതെ, ഇനിയിപ്പോ ഒരു വന്നത്ര ദിവസമില്ല തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. വന്ന ദിവസമാണ് കൂടുതൽ. നമ്മൾ നാട്ടിൽ വരുന്ന കാര്യം സ്റ്റിൽ ഒരു അൺസർട്ടൺ ആയിട്ട് നിൽക്കണം കേട്ടോ. പാസ്പോർട്ടിന്റെ കാര്യത്തിൽ 1-2 കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ വരുന്ന കാര്യം തീരുമാനമാവുള്ളൂ. അപ്പോ എന്തൊക്കെയുണ്ട് വിഷ്ണു? എത്ര കാലം, എത്ര കാലേ എനർജി അങ്ങോട്ട് പുറത്തേക്ക് വന്നു. എന്തെങ്കിലും ഒന്ന് പറയട്ടോ. വിഷ്ണു രാവിലെ തൊട്ട് കുറച്ച് കിളി പോയിരിക്കുകയാണ്. കാരണം വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എവിടുന്നാന്ന് അറിയാതെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ 1-2 കൺഫ്യൂഷനിലാണ്. ബാക്കിൽ അമ്മയും അച്ഛനും സീരിയസ് ആയി എന്തൊക്കെ കോൺവെർസേഷൻസ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റിൽ പോവാം. അവിടുന്ന് നമുക്ക് അച്ഛൻ ഞങ്ങൾക്ക് 3 പേർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരണം അല്ലേ? ഓണായിട്ട് യുവിയുടെ ആദ്യത്തെ ഓണാണ്. പിന്നെ ഞാൻ അമ്മയ്ക്കും അച്ഛനും ഡ്രസ്സ് വാങ്ങിച്ചു തരണം. അത് സർപ്രൈസ് ആണ്. അപ്പൊ നമുക്ക് ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റിൽ എത്തിയിട്ട് കാണാം. ഇവിടുത്തെ വെതർ മെല്ലെ ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോ സമ്മർ മാറി നമ്മളിങ്ങനെ ഫോൾ സീസണിലോട്ട് അടുത്തോണ്ടിരിക്കുന്നു. അതുകൊണ്ട് ടെമ്പറേച്ചർ ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 20 ഡിഗ്രി ഒക്കെയാണ് ഇപ്പോ. നമ്മളിവിടെ ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആംസ്റ്റർഡാമിലെ ഇന്ന് നമ്മുടെ വീടിന്റെ അടുത്ത് മിസ്റ്ററി ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. പിന്നെ ആംസ്റ്റർഡാമില് ഒരു ആംസ്റ്റർഡാം സെയിൽ പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും കാരണം ഇന്ന് നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെയാണ് ആംസ്റ്റർഡാമിലോട്ട് വരുന്ന സ്ഥലത്ത്. ഹേ, വീണ്ടും വിഷ്ണു. എന്തൊക്കെയുണ്ട് വിഷ്ണു? എങ്ങനെയുണ്ട് പേരന്റ്ഹുഡ്? നന്നായി പോണ്ടോ? ഉറക്കമില്ലാത്ത രാത്രികൾ എങ്ങനെയുണ്ട്? നല്ലതാണ്. ഉറക്കത്തിന് പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ഇല്ല, 2 വേണ്ട ഡ്യൂട്ടി ഞാൻ ചെയ്യും, 5 വേണ്ട ഡ്യൂട്ടി വിഷ്ണു ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ എനിക്ക് ഉറക്കത്തിനിടയ്ക്ക് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല കേട്ടോ. എനിക്ക് പിന്നെ സുഖമായി കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ വിഷ്ണുവിന് ചെറിയ ബ്രേക്ക് വരുന്നു എന്നാണ് വിഷ്ണു പറയുന്നത്. പക്ഷെ സ്റ്റിൽ എൻജോയിങ് ഇതല്ലേ. നമ്മൾ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഹാപ്പി പേരൻസ് ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞത്. എന്താ അത് വെച്ച് നടക്കാലോ അതിന്റെ അകത്ത്. ഇവിടെ ഹെയ്ഗില് മോൾ ഓഫ് നെതർലാൻഡ്സ് എന്ന് പറഞ്ഞൊരു വലിയ മോളുണ്ട്. അങ്ങോട്ട് പോവാം എന്നൊരു ഐഡിയ റോഡിന്റെ നടുവിൽ വെച്ചിട്ടാ വന്നത്. അല്ലെങ്കിൽ അങ്ങോട്ട് പോവായിരുന്നു, കാരണം നല്ല രസമാണ് അവിടെ. അമ്മ വന്നപ്പോ തൊട്ടിട്ട് എന്താ ഇടങ്ങറായിട്ട് ഇറങ്ങ. അമ്മ വന്നപ്പോ തൊട്ട് കംപ്ലൈന്റ് ആണ്, അമ്മയ്ക്ക് വേണ്ടത്ര ഡ്രസ്സില്ലാന്ന്. ഞാനും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോവാന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാനൊന്ന് കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ട് ഇന്ന് ഇഷ്ടം പോലെ വാങ്ങിക്കും. നമ്മള് എത്ര വേണം അമ്മയ്ക്ക്, എത്ര വാരി എടുക്കുന്ന. നമ്മളിവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന കുറെ ബ്രാൻഡ്സ് ഒരു ഔട്ട്ലെറ്റ് ആണ് കേട്ടോ. ഇവിടെ നല്ല സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. ഇന്നുണ്ടോന്ന് അറിയില്ല, പോയി നോക്കാം. ജീവിതത്തിൽ വന്ന വലിയൊരു മാറ്റം. മുന്നേ ഈസി ആയിട്ട് ഓരോ ഫ്ലോറും നമ്മൾ കയറുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ പറ്റില്ല. ഇപ്പൊ നമ്മൾ സ്ട്രോളർ ഉള്ളതുകൊണ്ട് ലിഫ്റ്റ് അന്വേഷിച്ച് നടന്ന് ലിഫ്റ്റിൽ മാത്രമേ നമുക്ക് യാത്ര പറ്റൂ. തണുപ്പുണ്ട് ചെറുതായിട്ട് പുറത്ത് കേട്ടോ. നല്ല ഭംഗിയില്ലേ ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടിട്ട്. നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്.
സമയം ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. ലഞ്ച് കഴിച്ചതിന് ശേഷം നമുക്ക് ഷോപ്പിങ്ങിലോട്ട് ഇറങ്ങാം. നെതർലൻഡ്സ് പൊതുവേ പോപ്പുലേഷൻ കുറച്ച് കുറവുള്ള കൺട്രി ആവുകൊണ്ടേ നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റിയിൽ പോകുമ്പോഴൊന്നും ഭയങ്കര റഷ് ഒരു ഇവന്റ് ഇല്ലെങ്കിൽ കാണാറില്ല കേട്ടോ. ഇന്ന് ഇവിടെ സെയിൽ നടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു നല്ല റഷ് ഉണ്ട്. നമ്മൾ വരുന്ന കാർ പാർക്കിങ്ങിലൊന്നും അധികം സ്പോട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര വിശന്നിരിക്കുന്ന സമയത്ത് ബർഗർ ഒന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നല്ല ചോറ് കറി സാമ്പാറൊക്കെയാണ് ഇപ്പം എനിക്ക് കഴിക്കാൻ വേണ്ടി തോന്നുന്നത്. ബർഗർ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. ബർഗറും പിസയൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭക്ഷണങ്ങളല്ല. അതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക നമ്മുടെ വേറെ എന്തെങ്കിലും ഭക്ഷണങ്ങളായിരിക്കും. സാലഡ്സ് ആണെങ്കിലും എനിക്കത് ഇഷ്ടമാണ്. കാത്തിരിക്കാം. ഇപ്പം അമ്മ ഉള്ളതുകൊണ്ടല്ലോ പുറത്തിറങ്ങുമ്പോഴും അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പുറപ്പെടുമ്പോഴും ഒക്കെ അമ്മയാണ് മെജോറിറ്റി ഓഫ് കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നത്. അമ്മ ഞങ്ങൾ അമ്മ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പുറത്തിറങ്ങുന്നതെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്തുമ്പോൾ 6 മണിയാവും. പറയാൻ പറ്റില്ല, സമയം എടുക്കും. എനിക്ക് തന്നെ ഒരു 2 മണിക്കൂർ ഡിലേ ഉണ്ട്. ഇനിയും കൂടെ വരുമ്പോൾ നാച്ചോസ് പറയാം. ഞാൻ ഒരു ബർഗർ പറഞ്ഞിട്ട് ഷെയർ പിന്നെ വേണമെങ്കിൽ പറയാലോ. ഞാൻ ബീഫ് കഴിക്കില്ല. യുവി ബോയ് ഇവിടെ നല്ല ഉറക്കാണ് കേട്ടോ. യുവി എണീക്കുന്നതിന്റെ മുന്നേ ലഞ്ച് കഴിച്ച് തീരുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ നെക്സ്റ്റ് മിഷൻ. വിഷ്ണുവും അമ്മയും കൂടെ ബീഫ് ബർഗർ ഷെയർ ചെയ്യാണ്. ഞാനും അച്ഛനും കൂടെ ചിക്കൻ ബർഗർ ഷെയർ ചെയ്യാണ്. അമ്മ ഇത് കലിപ്പ് നോട്ടമാണ്. ഞാൻ പേടിച്ചു പോയി. ക്യാമറ ഓഫ് ചെയ്യാൻ ഞെട്ടിപ്പോയി. ഒരു നാച്ചോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലൊരു പുൾഡ് ചിക്കനും എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു ക്രിസ്പി ചിക്കൻ ബർഗറും പൊട്ടറ്റോ ഫ്രൈസും ഒരു ബീഫ് ബർഗറും പൊട്ടറ്റോ ഫ്രൈസും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മുഖം കാണുമ്പോൾ വിചാരിക്കും എന്ത് കലിപ്പ് മുഖമാണ് കേട്ടോ. പക്ഷെ ഇടയ്ക്ക് ഞാൻ തന്നെ അറിയാതെ എൻ്റെ മുഖം റെക്കോർഡ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ബേസിക്കലി ഭയങ്കര കലിപ്പ് മുഖമാണ്. അതുകൊണ്ട് ഒരു ഫോൾസ് ഇമേജ് ആണ് നമ്മൾ ഭയങ്കര കലിപ്പാണെന്നുള്ളത്. അതുകൊണ്ട് ആരും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യില്ല അല്ലേ അമ്മ? വിഷ്ണു ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യം ആസ്വദിക്കും അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുന്ന കാണാം. എന്താണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണോ? എന്തൊരു ബ്യൂട്ടിഫുൾ. നമ്മുടെ ലഞ്ച് കഴിഞ്ഞു. നമ്മളിനി ഇവിടെയുള്ള 1-2 ഷോപ്പിൽ കയറാൻ വേണ്ടി പോവാണ് ഡ്രസ്സ് വാങ്ങിക്കാൻ. ലേഡീസ് ഫസ്റ്റ് അല്ലേ? എന്തൊരു കലിപ്പ. അവന് വേണ്ടേ വെള്ളക്കുപ്പി, ഞാൻ നോക്കുക. അവന് വേണ്ട വെള്ളക്കുപ്പി, നാപ്കിൻ, എല്ലാവിധ സാധനങ്ങളും വെച്ച് യുവിനെ പറ്റി പറയട്ടോ. അത് സ്ട്രോളറിൽ പുള്ളിയുടെ സാധനങ്ങൾ ഫുള്ളുണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക, യുവി പുള്ളിക്ക് വേണ്ട സാധനങ്ങളെല്ലാം പിടിച്ചുകൊണ്ടാ പോണേന്ന് പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് ശ്രദ്ധിച്ചോട്ടോ. ഇത് പറഞ്ഞപ്പോൾ അത് പറയണം എന്ന് ഓർത്ത് പുള്ളിന്ന് വിളിക്കുന്നതിനെ പറ്റിയിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാനും വിഷ്ണുവും അധികം പുള്ളി ഉപയോഗിക്കാറുണ്ട്. വളരെ വാത്സല്യപൂർവ്വമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. തുടക്കത്തിലൊക്കെ ഞാൻ വിഷ്ണുവിനെ താൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ 1-2 കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ എന്തോ യൂസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണത്, അതുകൊണ്ടത് അങ്ങനെ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതാണ് അമ്മ പറയുണ്ടായിരുന്നു. യുവി ഉറങ്ങിക്കൊണ്ട് യുവിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പിടിച്ചുകൊണ്ടാണ് പോണേന്ന്. നേരത്തെ ഞാൻ പറഞ്ഞു വന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ലേഡീസ് ഫസ്റ്റ്. ആദ്യം നമുക്ക് വേണ്ട ഡ്രസ്സ് എടുക്കാനാണ് പോകേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? ജീൻസോ ടോപ്പോ ഡ്രസ്സോ? ഡ്രസ്സുകൾ വാങ്ങിച്ചിരിക്കും. എന്താ വേണ്ടത്? ജീൻസുകളാണോ ഡ്രസ്സുകളാണോ അതോ ജീൻസുകളും ഡ്രസ്സുകളും ടോപ്പുകളും എല്ലാം വേണ്ടത്? ബാഗുകളും ഷൂകളും ഒക്കെ വാങ്ങിയാലോ? എന്നാ ഓക്കെ. എന്നാൽ നമുക്ക് ആദ്യം ഇവിടെ ഓൺലൈന്ന് പറഞ്ഞിട്ട് ഷോപ്പുണ്ട്. ഞാൻ അധികം ഡ്രസ്സ് ഇപ്പോൾ ഓൺലൈന്ന് കുറേ എടുക്കാറുണ്ട്. കുറേ അല്ല, അധികം ഡ്രസ്സ് ഇപ്പോൾ ഓൺലൈന്ന് എടുക്കാറുണ്ട്. അതായത് ഷോപ്പ് ചെയ്യുമ്പോൾ ഓൺലൈന്ന് കൂടുതൽ ഷോപ്പ് ചെയ്യാറുണ്ട്. കാരണം അവിടുത്തെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ബോഡിക്ക് നന്നായിട്ടുള്ളത് പോലെ തോന്നും. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് പോകാം. എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അച്ഛന് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം യുവിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണേ. പിള്ളേരുടെ ഡ്രസ്സിൻ്റെ സൈസ് എത്ര പെട്ടെന്നാണ് മാറുകയല്ലേ? ഈവൻ ജനിച്ചിട്ടുള്ള സൈസിനേക്കാളും 2 സൈസ് കൂടിയിട്ടോ ഇപ്പോൾ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സ് അധികം സമ്മർ ഡ്രസ്സാണ്. പക്ഷെ ഇനി വിൻ്ററൊക്കെ തുടങ്ങുമ്പോഴൊക്കെ ഇവന് കുട്ടി ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ച് തുടങ്ങേണ്ടി വരും. ജാക്കറ്റ്സ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ. തൽക്കാലം നമുക്കൊരു ജീൻസും അതേപോലൊരു സ്വെറ്ററും നമുക്ക് എടുക്കാം. നമ്മൾ ഇത് ഫൈനലൈസ് ചെയ്തു യുവിക്കുള്ള ഓണക്കോടിയായിട്ട്. ഒരുപാട് ഓപ്ഷൻസ് ഇല്ലാട്ടോ ആക്ച്വലി. ഞാൻ വേറെ കട നോക്കണോ? ഇതിന്റെ അകത്ത് നെയ്മിറ്റാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ H&M, സാറ വേറെ സ്ഥലത്ത് പോകണം. ഇവിടെ അല്ല, വേറെ സ്ഥലത്ത് പോകണം. പിന്നെ ചിന്തിക്കാൻ പറ്റില്ല, ഇവിടെ തന്നെ മതി. അപ്പോൾ ഇത് കുഴപ്പമില്ല.
നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവൻ ഉറങ്ങായിരുന്നല്ലോ. ഇപ്പം എണീറ്റ് വിശപ്പിൻ്റെ സിഗ്നൽസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തുള്ള ഒരു കഫേയിൽ കയറിയിട്ട് ഇവനെ ഫീഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഡെലിവറിക്ക് ശേഷം സമാധാനമായിട്ടൊന്ന് പുറത്തിറങ്ങുന്നത്. ഇത്രയും കാലം നമ്മൾ എംബസി പോവുക അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് മാത്രമല്ലേ പോയിരുന്നുള്ളൂ. പിന്നെ അതിനു വേണ്ടിയും പോകുമ്പോഴും ചെറിയ വേദനയും പിടുത്തുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരു 5 ആഴ്ച കഴിഞ്ഞപ്പോൾ ബോഡി അത്യാവശ്യം നല്ല റിക്കവർ ആയ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. പുറത്ത് പോകുമ്പോൾ അങ്ങനെ വലിയ ക്ഷീണോ വേദനയോ പെയിനോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നാലും 1-2 ആഴ്ചയും കൂടെ നമ്മൾ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നുള്ളൂ. ഞാനും അമ്മയും കൂടെ യുവിനെ വളർത്തി വരുമ്പോഴൊക്കെ ഞങ്ങൾ 2 വഴിയാണ് പോകുന്നു. അമ്മയ്ക്ക് അമ്മയുടേതായ കുറേ അഭിപ്രായങ്ങളുണ്ട്, എനിക്ക് എൻ്റെതായ കുറേ അഭിപ്രായങ്ങൾ. നീ വല്ല എന്താണ് പൊമ്മക്കുട്ടീനെ കളിപ്പിക്കുന്ന പോലെയാണ് കളിപ്പിക്കുന്നത്. അങ്ങനെയല്ല, എനിക്ക് കുറച്ച് അടക്കവും ചിട്ടിയും വൃത്തിയിൽ അങ്ങനെയൊക്കെ ആക്കി അമ്മ കൂടെ പൊതിഞ്ഞങ്ങോട്ട് എടുക്കും. അല്ല, വൃത്തിയുണ്ട്, പക്ഷെ അമ്മ കൂടെ പൊതിഞ്ഞങ്ങോട്ട് എടുക്കും പെട്ടെന്ന്. ഇതെങ്ങടാ? ഓ, ഇവിടെയാണ്. ഞങ്ങളൊന്ന് വാഷ്റൂമിലൊന്ന് പോയിട്ട് നമ്മൾ ബാക്ക് ടു ഷോപ്പിങ്ങിലോട്ട് കിടക്കട്ടെ കേട്ടോ. അച്ഛനും തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുത്തു അല്ലേ? ഒക്ടോബർ 6 വൈകുന്നേരം 10 മണി, രാത്രി 10 മണി. നല്ല ഫ്ലൈറ്റാണ്. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ കൊച്ചി എത്തും. കൊച്ചിയിൽ നിന്ന് പിന്നെ വീട്ടിൽ പോകും. കോഴിക്കോടിലോട്ട് നോക്കിയപ്പോൾ നല്ല ലേ ഓവർ കുറഞ്ഞ ഫ്ലൈറ്റ്സ് ഒന്നും കണ്ടില്ല. പക്ഷെ നമ്മുടെ ടിക്കറ്റ് എടുത്തിട്ടില്ല കേട്ടോ. കാരണം യുവിയുടെ പാസ്പോർട്ട് ഒരു പ്രശ്നത്തിലാണ്. ഒരു ഡോക്യുമെൻ്റ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ എംബസി പോയപ്പോൾ. പിന്നെ അതിന് ശേഷം ഒരു അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടുന്നേ ഇല്ല എംബസിയിൽ. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ പോകുന്ന കാര്യം ഡൗട്ട്ഫുള്ളാണ്. അവന് പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അമ്മയ്ക്ക് വിഷമമുണ്ടോ അമ്മ യുവിനെ അവിടെ നിർത്തി എൻ്റെ കൈകളിലാക്കി പോകുന്നതിൽ? ഞാൻ നല്ല ഭംഗിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. അമ്മയ്ക്ക് ഭംഗിയല്ല, അമ്മയ്ക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തീരണം. ബൊമ്മക്കുട്ടീനെ കൈകാര്യം ചെയ്യുന്ന പോലെക്ക് മനസ്സിലായാലും എന്തുകൊണ്ട് അങ്ങനെ പെർഫെക്ഷനിൽ ഉദ്ദേശിച്ച പോലെ കിടത്തി, അതേപോലെ കിടത്തി ബക്കിലിട്ട് അതേപോലെ അങ്ങനെ കുട്ടിക്കപ്പോൾ കളകും ഇറ്റും കരിയൊക്കെ ചെയ്യില്ലേ. ഓക്കെ. ബോയ്സ് ഷോപ്പിങ്ങിന് വേണ്ടി വേറെ പോയിട്ടോ. വിഷ്ണുവും അച്ഛനും യുവിയും. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോഴേ പെട്ടെന്ന് യുവിന്ന് ഒപ്പം പറയുന്നത് എനിക്ക് അത്ര യൂസ്ഡ് ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ 1 മിനിറ്റ് ആലോചിക്കുക. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഇവിടെ ഓൺലൈനിൽ വന്നിരിക്കുകയാണ്. ഓൺലൈൻ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഷോപ്പിംഗ് തുടങ്ങട്ടെ. നോക്കാം നമുക്ക് എന്താ വേണ്ടത്. വാങ്ങില്ലേ അത്? സുന്ദരി ഡ്രസ്, സുന്ദരി എന്നൊക്കെ വിളിക്കാം നമുക്ക്. ഇത് കണ്ടപ്പോൾ തന്നെ അമ്മയും അച്ഛനും ഈ ഡ്രസ്സ് ഓണക്കോടിയായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്കും അമ്മയ്ക്കും പൊതുവേ അങ്ങനെ ഒരുമിച്ചൊരു കാര്യം ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ആ ഡ്രസ്സ് എന്തോ ഇഷ്ടപ്പെട്ടു. ട്രൈ ചെയ്ത് നോക്കാം. അമ്മ കയ്യിൽ ഒരുപാടെണ്ണം എടുത്തു പിടിച്ചിട്ടുണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഷോപ്പിംഗ് റേസ് എവിടെ നിന്ന് കിട്ടിയത് മനസ്സിലായില്ല ഇപ്പോൾ എല്ലാവർക്കും. ആ സെയിം എൻ്റെ ഉണ്ട്. വിഷ്ണു അച്ഛനും ആയിരുന്നു ഓൺ യുവി ഡ്യൂട്ടി. നമ്മൾ രണ്ടുപേരും 2 വഴിക്ക് പോയി കേട്ടോ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടേസ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഡ്രസ്സിംഗ് റൂമിൽ അധികം ഇങ്ങനെ കേർട്ടൻസേ ഉണ്ടാവുള്ളൂ കേട്ടോ. അമ്മയ്ക്ക് ഡോറില്ലാഞ്ഞിട്ടേ ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ ആരും വന്ന് തുറന്നൊരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. തുറന്ന് കിടക്കുന്ന ഡ്രസ്സിംഗ് റൂമിൽ മാത്രമേ ആൾക്കാർ കയറൂ. അടച്ചതിൽ ആൾക്കാരുണ്ടെന്ന് തന്നെയാണ് അത് കാണിക്കുന്നത്. ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എന്നെ ഒട്ടും ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല കേട്ടോ. ഇട്ടുടനെ തന്നെ ഞാൻ തീരുമാനിച്ചു എടുക്കുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ആ ഡ്രസ്സിൻ്റെ ലെങ്ത്തും കയ്യും അതിൻ്റെ മുകളിൽ വരുന്ന ഫ്രിൽസും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ്. പക്ഷേ ഇത് എക്സ്ട്രാ സ്മോളാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയേ. എനിക്ക് തോന്നുന്നു എനിക്ക് സ്മോൾ വേണ്ടി വരുമെന്ന്. ഇപ്പം ഈ ഒരു വൈറ്റും ഈ ഒരു ബ്ലൂവിലും പ്രിൻ്റ് വരുന്ന ഡ്രസ്സ് ഭയങ്കര ഇൻ ട്രെൻഡാണല്ലോ. അപ്പോൾ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് എടുത്തോന്നേ ഉള്ളൂ. പക്ഷേ ഇട്ടപ്പോൾ എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ വേറൊരു ഷർട്ട്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു പുറത്തുനിന്നൊക്കെ വന്ന അഭിപ്രായം പറയുന്നത് നല്ലതാണെന്ന്. ഇതെൻ്റെ മാരേജ് ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നേ. പിന്നെ ഞാൻ ഈ ജീൻസ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതായിരുന്നു. അത്യാവശ്യം ലൂസ് ഫിറ്റിൽ വരുന്ന ജീൻസാണ്. പിന്നെ ആ ടോപ്പും ചുമ്മാ കണ്ടപ്പോൾ ഒപ്പം ഇടാൻ വേണ്ടി എടുത്തായിരുന്നു. പക്ഷേ ആ കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ജീൻസായിരുന്നേ. പിന്നെ ഞാൻ ഈ ഡെനിമിൻ്റെ ഈ ഒരു ഡ്രസ്സും കൂടെ ട്രൈ ചെയ്ത് നോക്കി. ഇത് നല്ലായിരുന്നു. പിന്നെ അമ്മയുടെ ആ ഒരു ഷർട്ടും ആ ഒരു ട്രൗസേഴ്സും എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കിഷ്ടപ്പെടുന്നൊന്നും പൊതുവേ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് അമ്മ അത് എടുക്കണ്ടെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ അതോടുകൂടി ഈ ട്രൈയിങ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഇനി വിഷ്ണുവിനും അച്ഛനും കൂടെ നമുക്ക് ഡ്രസ്സ് നോക്കണം. ചില ഷോപ്പിൽ നമ്മൾ ഡ്രസ്സിംഗ് റൂമിലോട്ട് വരുമ്പോഴേ നമുക്കൊരു മാക്സിമം നമ്പർ ഓഫ് ഡ്രസ്സ് കയ്യിൽ വെക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ 4 or 5 ഒക്കെ ആയിരിക്കും.
ഇവിടെ അതില്ലാത്തത് കാരണം എല്ലാം നമുക്ക് ഒരു തവണ തന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് എല്ലാ തവണ ഞാൻ നാട്ടിൽ വരുമ്പോഴും വിചാരിക്കുന്ന കാര്യം കേട്ടോ, അമ്മേനെയും കൊണ്ട് സാരി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രസ്സ് ഷോപ്പിങ്ങിന് പോകണം എന്നുള്ളത്. കാരണം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഡ്രസ്സും ജ്വല്ലറീസും ഒക്കെ ഷോപ്പ് ചെയ്യാൻ പോകുക എന്നുള്ളത്. നാട്ടിലെപ്പോഴും വളരെ ലിമിറ്റഡ് ടൈമിന് വരുകൊണ്ട് ഒരു ദിവസം ഇതുവരെ പ്ലാൻ ചെയ്ത പോലെ എനിക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മ ഇവിടെ വരുമ്പോൾ അമ്മേനെയും കൊണ്ട് ഇങ്ങനത്തെ ഷോപ്പിങ്ങിന് വരണമെന്ന് ഞാൻ വിചാരിച്ച് പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു. അച്ഛൻ പൊതുവെ ഇങ്ങനെ ഷോപ്പിങ്ങിനൊന്നും വരുമ്പോൾ ഇത്ര പേഷ്യൻ്റായിട്ട് നിൽക്കുന്ന ഒരാളല്ല കേട്ടോ. വിഷ്ണുവിൻ്റെ അത്രയില്ലെങ്കിലും അച്ഛനും കുറച്ച് സമയം കഴിഞ്ഞാൽ ബോറടിക്കാറുണ്ട്. പക്ഷെ ഇന്ന് അച്ഛൻ വളരെയധികം പീസ്ഫുള്ളായി യുവീനെയൊക്കെ നോക്കി മൊബൈലൊക്കെ നോക്കി ഇന്ന് ഒരു കംപ്ലയിൻസും പറയുന്നുണ്ടായിരുന്നില്ലേ. ഇവിടുന്ന് ഡ്രസ്സ് വാങ്ങിച്ചിറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അമ്മയ്ക്ക് വേണ്ട എല്ലാ ഡ്രസ്സും അമ്മേൻ്റെ അടുത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമായിരുന്നു. ലിൻഡിൻ്റെ പിസ്താഷ്യോ അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. വാങ്ങിച്ചാൽ ഞാനിപ്പോൾ കുറച്ച് ഷുഗർ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് പിടിക്കണം, കൺട്രോൾ ചെയ്യണം. നമ്മളിനി ഓൺലി ആൻഡ് സൺസിക്ക് പോവുകയാണ്. വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമുള്ള കടയാണ് കേട്ടോ ഓൺലി. അപ്പോൾ നമ്മളിനി അവിടെ പോയിട്ട് വിഷ്ണുവിനും അച്ഛനും കൂടെ ഡ്രസ്സ് വാങ്ങിയാൽ തൽക്കാലം ഇന്നത്തെ ഷോപ്പിംഗ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്താ പറയുള്ളത്, എന്തെങ്കിലും പറയണ്ടോ? ഞാൻ ആക്ച്വലി പറയായിരുന്നു കേട്ടോ, ഇവനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് പ്രാക്ടീസ് ആവണം. കാരണം മുന്നേ ഞാൻ എവിടെയൊക്കെ ഒറ്റയ്ക്ക് പോയിരുന്നു അവിടെയൊക്കെ ഞാൻ ഇനി യുവീനെയും കൊണ്ട് വേണ്ട പോവാൻ. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയുണ്ടായിരുന്നു തനിക്ക്? ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞാനും അമ്മയും കൂടെ ഡ്രസ്സ് മാറി മാറി ട്രൈ ചെയ്തായിരുന്നു. വിഷ്ണു അച്ഛനും കൂടെയാണ് നോക്കുന്നത്. താഴേക്ക് ഡിസപ്പിയർ ആയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ മാത്രമായിരുന്നോ? അധികം നേരം നമുക്കൊരു കടയിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിനി അച്ഛൻ ഇവിടെ ജാക്ക് ആൻഡ് ജോൺസ് കയറണോ? ഇതിൽ നോക്കിയോ? ഇനി നമുക്ക് അച്ഛനും വിഷ്ണുവിനും കൂടെ 1-2 ഷർട്ടും ടീഷർട്ടും ഒക്കെ നോക്കേ. അമ്മ ഭീഷണിപ്പെടുത്തുകയാണ്. വിഷ്ണുവിൻ്റെ 2-3 തവണ ഡ്രസ്സ് വാങ്ങിക്കാൻ പറയുന്നു. വിഷ്ണു ഷോപ്പിംഗ് വയ്യ, മതിയെന്ന്. ഞാൻ ഒന്ന് എടുത്തന്നത് ഓക്കെയാണോ വിഷ്ണു? അപ്പുറത്ത് നോക്കണോ ഇപ്പുറത്ത് നോക്കണോ? ഇവിടെ തന്നെയാ? ഇതാണോ അച്ഛാ? വിഷ്ണു ഇതെടുത്താലോ അച്ഛന്? താടണോ? അച്ഛനിങ്ങനെ ഓരോ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോഴും പറയായിരുന്നു അധിക എണ്ണത്തിൻ്റെ മുകളിലും മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്ന് കാണാമെന്ന്. അപ്പോൾ ഓരോ ഡ്രസ്സിൻ്റെ മുകളിലും നല്ല മാർജിനായിരിക്കില്ലേ കിട്ടുന്നതെന്നുള്ള ഡിസ്കഷനൊക്കെ ആയിരുന്നേ. നമുക്കിനി കുറച്ച് നേരം യുവീനെ എടുക്കുക. കാരണം എന്താണെന്നറിയോ, നമ്മളങ്ങനെ കാർ സീറ്റിൽ മാക്സിമം ഡ്യൂറേഷൻ 30 to 1 hour വരെയാണ് നമ്മൾ പിള്ളേരെ ഇരുത്താൻ പാടുള്ളൂ. ഈ ഒരു കാർ സീറ്റിന് ഒരു റീക്ലൈനിങ് പൊസിഷനും കൂടെ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വരെ മാക്സിമം നമ്മൾ ഇരുത്താൻ പാടുള്ളൂ. അന്ന് നമ്മൾ വാങ്ങിക്കുമ്പോഴേ ഇതിൻ്റെ ഒപ്പം വരുന്നൊരു ബാസ്നെറ്റും കൂടെ ഉണ്ട്, പുറത്ത് നമുക്ക് പിള്ളേരെ കിടത്തി കൊണ്ടുനടക്കാൻ പറ്റുന്നത്. അത് വാങ്ങിക്കണോ വേണ്ടതെന്നൊക്കെ നമ്മൾ വിചാരിച്ചായിരുന്നു. പിന്നെ നമ്മൾ ഓർത്തു നമ്മൾ നാട്ടിലോട്ട് ട്രാവൽ ചെയ്യും 3 months, 6 months വരെ അത് ഉപയോഗിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അത് വേണോ വേണ്ടതെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തോന്നുന്നു അത് വേണമെന്ന്. അതുകൊണ്ട് നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാനുള്ള സമയം വരെ നമുക്ക് കാർ സീറ്റ് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെ നടക്കാനൊക്കെ പോകുമ്പോൾ. ഒരു 2 ഷർട്ടും ഒരു പാൻസ് വാങ്ങിയപ്പോൾ തെറ്റി വിഷ്ണു തെറ്റി. 2 ഷർട്ടും ഒരു പാൻസ് വാങ്ങിയപ്പോൾ മതിയെന്ന് അടുത്തു. എന്താ കാണിക്കൂ? പാൻറ് നല്ലതാ, ഷർട്ട് നല്ലതാ? നല്ലതാ, നല്ലതല്ലേ? അമ്മയാണ് സ്റ്റൈൽ കൺസൾട്ടന്റ്. ഇപ്പോഴത്തെ സ്റ്റൈൽ ഇതാണ്. രോഹിത് എങ്ങനെയാണ് ഇടാറ്? അമ്മ കുറെ ഫീഡ്ബാക്ക് കൊടുക്കേണ്ട അച്ഛന്. രോഹിത് ആരാണ് സ്റ്റൈൽ മന്നന്? തനിക്ക് ഷർട്ടാ നല്ലത് ടീഷർട്സിനെക്കാളും എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷെ എൻ്റെ അഭിപ്രായം ഒരു മൈൻഡ് ചെയ്യാറില്ല. ഇതോ? ഇത് താൻ ഇടില്ല കുറച്ച് കഴിഞ്ഞാൽ. തനിക്ക് ടൈറ്റാന്നുണ്ട്. തനിക്ക് ടൈറ്റ് ആയിട്ടുള്ള ഷർട്ട് ഇടാൻ ഇഷ്ടമല്ല. അത് രസമുണ്ട്. പക്ഷെ ആഷ് രസമുണ്ട് കേട്ടോ, കാഷ്വൽ ആയിട്ടാ. താൻ ദിബിൻ ചേട്ടന്റെ പാർട്ടിക്ക് പോയിട്ട് ഓർമ്മണ്ടോ? ഞാൻ പറഞ്ഞിട്ട് വിഷ്ണു മുട്ടി വരള്ള ഒരു സോക്സും ഷോർട്സും ഇട്ടിട്ട് പോയി. അവിടെ എത്തി കഴിഞ്ഞിട്ട് എന്നെ വിട്ടി വേഷം കഴിച്ചു. ചോടാ കേട്ടോ, വീട്ടിലിരുന്നിട്ടുള്ള സ്ട്രെസ് കാരണമാണോ? ഇഷ്ടമൊക്കെ ഒന്ന് വീട്ടിലിരിക്കാൻ പറ്റിയാൽ മതി അല്ലേ? സഞ്ചേട്ടനും അമ്മ ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ടെന്നല്ലേ. അപ്പം ഇനി നമ്മൾ ഈ ഒരു കൗച്ചിൽ നിന്ന് ആ ഒരു കൗച്ചിലോട്ട് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. പിന്നെ പ്രഭുവിൻ്റെ കൗച്ച്. ഇത്രയൊക്കെയാണ് നമുക്ക് മാക്സിമം യാത്രകൾ പറ്റുള്ളൂ. അതിലപ്പുറത്തേക്ക് പറ്റില്ല അല്ലേ? അമ്മ കാറ്റഗറി, അമ്മയ്ക്ക് വീട്ടിലിരിക്കാൻ പറ്റും.
പക്ഷെ എനിക്ക് അച്ഛനും കുറച്ച് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണ കാറ്റഗറിയാണ്. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ എനിക്കിഷ്ടമല്ല. അതിന്റെ ബാക്കിൽ ഒരു BGM. അങ്ങനെ ഇതോടുകൂടെ പരിപാടി അവസാനിപ്പിച്ച് നമുക്ക് വീട്ടിൽ പോവാം. ഫസ്റ്റ് ഡേ ആയിരുന്നു, ഞാൻ പറഞ്ഞില്ല ഇത്ര ലോങ് ആയിട്ടൊരു ദിവസം പുറത്തു പോകുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ടയർഡായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മളങ്ങനെ തൽക്കാലം എന്ത് ഷോപ്പിംഗ് കഴിഞ്ഞു വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അമ്മുച്ചേച്ചി സഞ്ചേട്ടനും ഒക്കെ ഇന്നലെ അവർ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പൊ അവര് യുവീനെ കാണാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപ ചേച്ചി അൻഷിഫി വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടല്ലോ എല്ലാ ആഴ്ചയായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവനെ കാണാനുള്ള ഭയങ്കര തോന്നൽ. കാരണം വീക്കെൻഡ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ കുറെ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരൊക്കെ എത്തുമ്പോൾ വീട്ടിലോട്ട് എത്തണം. പോവാം. എന്താ നമ്മള് പാർക്ക് ചെയ്ത് ഇവിടെയാണോ? നമ്മൾ എവിടെ പാർക്ക് ചെയ്ത്? അവിടെ ഇറങ്ങണം. ഇന്നത്തെ ടൈമിങ് നല്ല ടൈമിംഗ് ആണ് കേട്ടോ. എൻ്റെ ഫോണിലെ ബാറ്ററി 6% നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയായി. അതുകൊണ്ട് എനിക്ക് സംശയമായി ഒന്ന് മുഴുവൻ എടുക്കാൻ പറ്റുന്നത്. ഇറങ്ങാൻ നേരത്തെ പവർ ബാങ്ക് ലോകം മുഴുവൻ ഞാൻ തപ്പി ഒരു സ്ഥലത്തും കാണാനില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ചാർജായിട്ട് ഞാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ വീട്ടിൽ പോവാം. നമ്മൾ ഹാപ്പിയാണോ നമുക്ക് കിട്ടിയ സാധനങ്ങളിലൊക്കെ? എന്താ ഇലക്ഷൻ നിൽക്ക്. നമുക്കിന്ന് വാങ്ങിയില്ല ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? ഇങ്ങനെയാണ് ഷോപ്പിങ്ങിനുണ്ടോ? അമ്മയ്ക്ക് വേണ്ടതൊക്കെ എടുക്കാനാണ് ഞാൻ പ്രോത്സാഹിപ്പിച്ചത്. അമ്മയാണെങ്കിൽ എന്നോട് പോകുമ്പോൾ കണ്ണുരുട്ടി പോയിട്ടിരിക്കുന്ന എടുക്കരുതോന്നാ. ജാക്കറ്റ് ഇഷ്ടമായിരുന്നു. കാരണം കുറേ വാങ്ങാൻ ചോദിക്കണം. കാരണം ഇവിടെ വന്നിട്ട് തണുപ്പിലേ എന്നോട് വന്നു ജാക്കറ്റ് ഞാൻ വന്നോട്ട് വിഷ്ണുനോട് പറയുന്നതാണ് ഗരാജ് നിറച്ചുണ്ടെന്ന് പറഞ്ഞു ഒരു ജാക്കറ്റ് എടുത്തു കൊടുക്കാം. കാരണം സമ്മറായി കഴിഞ്ഞപ്പോഴേ ഞാൻ ഈ ജാക്കറ്റ്സ് എല്ലാം എടുത്തിട്ട് ഗരാജിന്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ വന്നപ്പോ തൊട്ട് പറയണ എടുത്തരാൻ. ഞാൻ വിഷ്ണുനോട് ആ കാലം തൊട്ട് പറയണം. കാരണം ഇപ്പൊ എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയുണ്ട് വിഷ്ണുവിന്റെ മരുമകന്റെ പെർഫോമൻസ്? എങ്ങനെയുണ്ട് മടി? അല്ലെങ്കിൽ വിഷ്ണു വിട്ട് വിളിക്കാനെങ്കിലും ചെയ്യും. അയ്യോ ഇങ്ങനെ പറയും. എന്നോട് കാര്യം പറഞ്ഞാൽ അപ്പൊ വിഷ്ണു വിഷ്ണുവിന്റെ കാര്യം പറയാപ്പോ നാളെ ഓട്ടോ. ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ. പ്രഗ്നന്റ് ആണെന്ന് യൂട്യൂബിൽ പറഞ്ഞ ഉടനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. നെതർലൻഡ്സിൽ പൊതുവേ ടോയ്ലറ്റും അങ്ങനത്തെ ഫെസിലിറ്റീസും ഒക്കെ നല്ലതാണല്ലോ. പക്ഷെ പിള്ളേരിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റേഷൻസ്, ഇങ്ങനത്തെ സ്റ്റേഷൻസ് കുറവായിരിക്കും. അതേപോലെ തന്നെ പിള്ളേരുടെ ആവശ്യങ്ങൾക്കുള്ള അത്ര ഫ്രണ്ട്ലി ആയിട്ടല്ല ഇവിടെ പല ടോയ്ലറ്റ്സും. നമ്പർ ഓഫ് സ്റ്റേഷൻസ് കുറവായിരിക്കും, എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ അതിനെപ്പറ്റി വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഗതി ശരിയായിട്ടാണ് കണ്ടത്. നെതർലൻഡ്സിലെ പബ്ലിക് ടോയ്ലറ്റ് സിസ്റ്റം എല്ലാം അടിപൊളിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ചെറിയ ഒരു കുറവുണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ല മമ്മി? അല്ല, ഇവിടെ നമ്പർ ഓഫ് ഇത് കുറവാണെന്ന്. ബാക്കി ഇത് കുറച്ചും കൂടെ നന്നായിട്ടല്ല വേറെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ബിൽഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പിള്ളേരുടെ ഡയപ്പർ ചേഞ്ചിങ് അങ്ങനത്തെ കാര്യങ്ങൾ പൊതുവെ സ്റ്റേഷൻസ് കുറച്ച് കുറവാണ് വേറെ യൂറോപ്യൻ കൺട്രീസിന് വെച്ച് നോക്കുമ്പോൾ. ഇപ്പം നല്ല സൗകര്യം ഉണ്ട്. അമ്മ ഇരുന്നിട്ട് അവനെ ഫീഡ് ചെയ്യാണ്. അവിടെ ഒരു കൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതേ ഒരു ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ട ഒരു സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ഒരു മൈക്രോവേവ് ഉണ്ട്. കുട്ടിയുടെ എനിക്ക് തോന്നുന്നു പാല് ചൂടാക്കണമെങ്കിൽ ചൂടാക്കാനാണ്, വെള്ളം ചൂടാക്കാൻ. പിന്നെ ദേ ഇവിടെ ഒരു വാഷ് ബേസിനും ഉണ്ട്, സോപ്പും ഉണ്ട്. ഇത് ടോയ്ലറ്റും ആണ്. ഈ റൂം അടിപൊളിയാണ് കേട്ടോ. പക്ഷേ റൂം അടിപൊളിയാണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ല എന്നുള്ളതാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. ഇത്രയും കാലം നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ കൂലങ്കൃഷ്ടമായി ചിന്തിക്കാത്തത് കാരണം അറിയില്ല. ഇനിയാണല്ലോ നമ്മളതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുക. അല്ല മമ്മി? നല്ല എല്ലാ സൗകര്യമുള്ള റൂമും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും നീറ്റായിട്ടുള്ള സ്ഥലം, സുഖമായിട്ട് പാലെടുക്കാം. അല്ല ആണ്. പക്ഷെ ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഞാൻ അധികം ചിന്തിച്ചിട്ടില്ല. അങ്ങനെയല്ല, ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത് ഉള്ള സ്ഥലം അടിപൊളിയാണ്. പക്ഷെ നമ്പർ ഓഫ് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ കുറവാണ്. അത്ര കിഡ്സ് ഫ്രണ്ട്ലി അല്ല എന്നാണ് വായിച്ചപ്പോൾ മനസ്സിലായത്. ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ ശരിയാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. നമ്മളിവിടെ ഉള്ളതുകൊണ്ട് അവര്. മമ്മി, അമ്മയുടെ പേരക്കുട്ടീനെ പറ്റി 2 വാക്കിലൊന്ന് പറഞ്ഞിക്കോ. അമ്മ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണോ എൻ്റെ സ്വഭാവത്തിലല്ലേ? അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എൻ്റെ സ്വഭാവത്തിൽ. എൻ്റെ ശാന്ത സ്വഭാവമാണ് ഇപ്പൊ കണ്ടാലേ. നീ കുറച്ച് കഴിഞ്ഞാൽ എന്റെ സ്വഭാവത്തിൽ തിരിച്ചു. അപ്പൊ വിഷ്ണു ഭയങ്കര ശാന്തനാണെന്നാണ് അമ്മ പറയണത്. കുറച്ച് ശാന്ത സ്വഭാവമാണ്. ഞാൻ കുറച്ച് വയലന്റ് ആണെന്നാണ് നമ്മുടെ അഭിപ്രായം. എനിക്കും അമ്മയ്ക്കും ഒരേ സ്വഭാവം എല്ലാവരും. കുട്ടികളുടെ കാലത്ത് തന്നെ നോക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ദൈവമ്മ അല്ല പറഞ്ഞത് എന്റെ പിന്നാലെ വിളിച്ച പണ്ട് പിന്നാലെ ഒരു പിടുത്തക്കാരല്ല പോലെ എന്റെ പിന്നാലെ ഒരു പിടുത്തക്കാരനാണ് ദീപമ്മയുടെ ജോലി. ഞാൻ ഭയങ്കര സംഭവമായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോൾ. പ്രീതമ്മയുടെ പ്രോഗ്രസ് കാർഡ് എടുത്ത് തീക്കുണ്ടിൽ കൊണ്ടിടുക, വീടിന്റെ ചുറ്റും കിടന്ന് ഓടുക, അങ്ങനത്തെ വിനോദങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. രോഹിത്തിന്റെ വിനോദങ്ങൾ അതിലും അടിപൊളിയായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പം അമ്മ പറയട്ടോ രോഹിത് നല്ല കുട്ടിയായിരുന്നു എന്ന്. അമ്മയ്ക്കൊരു പാഷ്വാലിറ്റി അവൻ്റെ അടുത്ത് എന്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ.
ഓൻ എൻ്റെ മരത്ത് വികൃതിയായിരുന്നില്ല. ഓനിങ്ങനെ ഓൻ്റെ തോന്നിയാസായിട്ട് നടക്കുകയായിരുന്നു. ഓൻ കൊച്ചുണ്ണിയായിട്ട് വാഴ എടുത്ത് വെക്കുക. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഓനോട് പോകും. കായംകുളം കൊച്ചുണ്ണിയായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വീട്ടിലൊറ്റ കത്തിരി കാണാൻ പാടില്ല. അത് മുന്നൊരു നമ്മുടെ മണിക്കുട്ടൻ നടനായിട്ടുള്ള മെയിൻ ആക്ടറായിട്ടുള്ള ഒരു സീരിയൽ ഉണ്ടായിരുന്നല്ലോ, കായംകുളം കൊച്ചുണ്ണി. കൊച്ചുണ്ണി ടണ്ടടാൻ ആ മ്യൂസിക് ഇട്ടിട്ട് രോഹിത് സ്ഥിരമായിട്ട് തലയുടെ ബാക്കിൽ ആ ഒഴിച്ചിൽ ഉറിഞ്ഞിട്ട് ഈ മരത്തിന്റെ മുകളിൽ നിന്നൊക്കെ ചാടും അരയില് കത്തിയായിട്ട്. എത്ര വയസ്സുള്ളപ്പോ? മരത്തിന് പോകുന്നൊന്നും ചാടില്ല. മറ്റേ ആ മാവിന്റെ മുകളിലോ സ്ഥിരമായിട്ട് പോയിരിക്കുന്നില്ലേ? കത്തി എടുത്തിട്ട് വാഴയൊക്കെ വെട്ടിടും. അപ്പൊ ഓന്റെ വികൃതി വെച്ചാൽ നമുക്ക് ഉപദ്രവം ഉണ്ടായിരുന്നു. തൊടി പോയിട്ട് വാഴയ്ക്കൊക്കെ ഉപദ്രവം ഉണ്ടായിരുന്നു. എന്റെ വികൃതി ഇതല്ല, ഞങ്ങൾക്ക് ഉപദ്രവമായിരുന്നു. ആണ് വ്യത്യാസം. ഞാൻ മറ്റേ പ്രീതമേമയുടെ പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് തീക്കൊണ്ടിൽ കൊണ്ടിട്ടോ നീ കൊണ്ട് കൊണ്ടുകൊണ്ടൊന്നുമില്ല. പ്രോഗ്രസ് കീറാൻ ഉറപ്പെട്ടു. അല്ല, വെല്ലത്തിനോട് പറഞ്ഞല്ലോ ഞാൻ ചെയ്തു. പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് കീറാൻ ഉറപ്പെട്ടു. പ്രോഗ്രസ് കാർഡ് അല്ല, പ്രൊമോഷൻ ലിസ്റ്റ് എല്ലാം പൂർത്തിയായി വെച്ച് പ്രൊമോഷൻ ലിസ്റ്റ് എടുത്തിട്ട് അതൊക്കെ എടുത്ത് കയറി കളിക്കാനാണ് കൊടുത്തു. അപ്പൊ അത് കയറിയ പിന്നെ രണ്ടാമത് എഴുതിണ്ടാക്കണമെങ്കിൽ 2 ദിവസം പണിയണേ. അങ്ങനെയായിരുന്നു. കാരണം ഞാൻ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിൽ ആദ്യത്തെ പേരക്കുട്ടിയത് എനിക്ക് കുറച്ചധികം അറ്റൻഷൻ കിട്ടിയായിരുന്നു. എനിക്ക് എല്ലാ പേപ്പറും എടുത്ത് കയറലൊരു വിനോദമായിരുന്നു. എന്നിട്ട് വെല്ലച്ചൻ്റെ അക്ഷരവിരോധി എന്നാണ് വിളിച്ചിരുന്നത്. എവിടെ അക്ഷരം കണ്ടാലും അത് ഞാൻ കയറിയിടുന്ന ഓർമ്മ ഉണ്ടാ മമ്മി? അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എന്നോട് എല്ലാവരും പറഞ്ഞു എനിക്ക് ബീനയുടെ അതേ സ്വഭാവം. എന്നിട്ട് ഇപ്പൊ വിഷ്ണുവിന്റെ സ്വഭാവം എന്നെ കൂടെ വന്നൊക്കെ പറയാ കള്ളി. എന്റെ സ്വഭാവം ആരും മനസ്സില്ല. എന്താ പറയാ, യുവി കാണാൻ വേണ്ടിയിട്ട് അച്ഛമ്മേനെ പോലെയെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാനപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നു അച്ഛമ്മയുടെ സ്വഭാവം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. അമ്മ തങ്കപ്പേട്ടൻ്റെ സ്വഭാവമുള്ള ഒരാളാണ്. നമ്മുടെ വിരലിൽ ഞാൻ കൊണ്ടുപോയി വായിട്ട് കഴിഞ്ഞാൽ അമ്മ കടിക്കാറില്ല. പക്ഷെ എൻ്റെ മമ്മി അങ്ങനെയല്ല, വിരലിൽ കൈയിട്ട് കഴിഞ്ഞാൽ കൈ ഒന്നടക്കനെ തിരിച്ചു ഉള്ള മമ്മി. ചുമ്മാ കേട്ടോ, 2 മമ്മിമാർ അടിപൊളിയാണ്. എന്റെ ഒപ്പം നിന്ന് പോണെങ്കിലേ കുറച്ച് അങ്ങനെ വേണ്ടി. പറയൂ, ഇപ്പൊ പറഞ്ഞ ഒന്നും കൂടെ പറഞ്ഞോളൂ, കേൾക്കാൻ നല്ല രസമുണ്ട്. എന്താണ് പറയൂ, കേക്കട്ടെ. ഞാൻ ചേച്ചിയെ കൊണ്ട് കേക്കട്ടെ. അല്ല, പ്രസവവും എൻ്റെതൊക്കെ ഞാൻ കുറച്ചും കൂടെയൊക്കെ ബുദ്ധിമുട്ടാവുന്ന വിചാരിച്ചിരുന്നത്. ബുദ്ധിമുട്ടാവുന്ന വെച്ചാൽ നന്നായിട്ട് ഡീൽ ചെയ്യാൻ. പക്ഷെ എനിക്ക് വളരെ ഈസി ആയിട്ട് എൻ്റെ ഇതും സിസേറിയനും അതിൻ്റെ ശേഷമുള്ള അവസ്ഥയും പ്രഗ്നൻസി പീരീഡൊക്കെ വളരെ നന്നായിട്ട് ഡീൽ ചെയ്തു. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ നന്നായി ഡീൽ ചെയ്തു. അടിപൊളിയായി ഡീൽ ചെയ്തു. പക്ഷെ അതിന് ഒറ്റ റീസൺ ഞാൻ അമ്മ അടുത്ത് പറയായിരുന്നു കേട്ടോ. അമ്മു ചേച്ചി, ദീപ ചേച്ചിയൊക്കെയാണ് എൻ്റെ അടുത്ത് പോകുന്നു പറയാൻ കള്ളി. താങ്ങാൻ ആളുണ്ടാവുമ്പോ നമുക്കൊരു തണലുള്ളൂ. മറ്റേത് ഇവിടെ വന്നത്. പക്ഷെ നമ്മുടെ താങ്ങല് പോരാന്നാണ് എല്ലാവരും പറയണത്. നമുക്ക് അറിഞ്ഞില്ല എന്റെ പ്രസവത്തിന്. അപ്പൊ മറ്റേതെന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതേ ശരിയാവുള്ളൂ, വേറെ ആരും ഇല്ലാന്ന് തോന്നുമ്പോ നമ്മൾ തനിയെ മനസ്സിലേക്ക്. അതൊരു റീസൺ ആണ്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഒരു റീസൺ ആണ് ഞാൻ ഇവിടെ വന്നിട്ട് അമ്മു ചേച്ചിനെയും ദീപ ചേച്ചിനെയും ഒക്കെ പരിചയപ്പെട്ടത്. എസ്പെഷ്യലി ഞാൻ എപ്പോഴും മുന്നേ വന്നിട്ടുണ്ടെ പറയുന്നത് എനിക്ക് അമ്മു ചേച്ചിനെ പോലെ പ്രസവിക്കണമെന്ന്. കാരണം എന്ത് അടിപൊളിയായിരുന്നു എന്ന് അറിയാം. അമ്മു ചേച്ചി ഭയങ്കര കിടിലമായിട്ടാണ് 3 പിള്ളേരെ പ്രസവിച്ചതും ഇപ്പം 3 പിള്ളേരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ സ്വന്തം സമയം കണ്ടുപിടിക്കുന്നതും ഒക്കെ ഞാൻ ഭയങ്കര മോട്ടിവേഷനായിട്ട് എടുക്കുന്ന ഒരാളാണ് അല്ലേ. കേട്ടില്ലാട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് അമ്മ അടിപൊളിയെന്ന് പറഞ്ഞെങ്കിൽ അമ്മ മൂളിയാണ്. ഞാൻ എന്നെ വളർത്തിയത് അടിപൊളിയായിട്ടാ നമുക്ക് തോന്നിയിട്ടില്ല. അത് പിന്നെ അല്ലായിരിക്കണ്ടല്ലോ ഞാൻ അത്ര അടിപൊളിയത്. ഇടയ്ക്ക് കമന്റ്സ് വരാറുണ്ട്. പക്ഷെ അമ്മേനേക്കാൾ കൂടുതൽ വിഷ്ണുവിനെ പറയാറ്. വിഷ്ണുവിനെ പോലത്തെ ഒരു മകനെ വളർത്തിയത് അമ്മയുടെ അത് ശരിയാണ് കേട്ടോ. വിഷ്ണുവിന്റെ പോലത്തെ ഒന്ന് വിഷ്ണുവിന്റെ ബേസിക് സ്വഭാവം നല്ല സ്വഭാവം തന്നെയാണ്. അല്ലാതെ പരമാവധി കുത്തി വെക്കും. എത്ര കുത്തിയാലും പരമാവധി കുറഞ്ഞു നോക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നത്ര നോക്കുന്നുണ്ട്. പക്ഷെ മുഴുവൻ അങ്ങോട്ട് വർക്കൗട്ട് ആവുള്ളൂ. എത്ര ചെയ്താലും ശരിയാവാനായിട്ടാണ്. അതിനത്ര മോട്ടിവേഷൻ കൊടുത്തു നോക്കുന്നുണ്ട് ദേഷ്യം വരാൻ. പക്ഷെ ഇത്രയും വരുന്നുള്ളതാണ്. വിഷ്ണുവിന്റെ ബേസിക് സ്വഭാവം. വിഷ്ണു ഭയങ്കര കുറച്ച് തണുത്ത മനുഷ്യനാണ്. പിന്നെ അമ്മയും ഭയങ്കര അടിപൊളിയാണ്. അമ്മ പക്ഷെ എന്നോടത്തെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ ഡെലിവറിയുടെ സമയത്ത് തന്നെ അമ്മ എപ്പിഡ്യൂറിൽ എടുക്കാതെ പ്രസവിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര മോട്ടിവേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ശരിയായിട്ടുള്ള തീരുമാനമോ തെറ്റായിട്ടുള്ള തീരുമാനമോ എന്നല്ല ഞാൻ പറയണത്. പക്ഷെ അമ്മയുടെ ആ കാഴ്ചപ്പാട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അമ്മയ്ക്ക് എന്താണ് വിഷ്ണുവിന് അമ്മേനെ പറ്റി പറയാനുള്ളത്? അമ്മ വളരെ നല്ല സ്വഭാവമാണ്. ഒറ്റ സെന്റൻസിൽ അമ്മ ഒതുക്കി അല്ലേ. ഭയങ്കര അടിപൊളി അമ്മയാണ്. എന്താണ് മുഴുവൻ കുടിച്ചു. ഗുഡ് ബൈ ആയിരുന്നു. ഞങ്ങളൊരു 10 ml അടിച്ചിട്ട് ഒന്ന് ഫിറ്റ് ആയിട്ടുണ്ട്. 90 ml അടിച്ച് ഫിറ്റ് ആയതല്ല കുഞ്ഞിപ്പാ. ചേച്ചിമാരടുത്തും ചേട്ടന്മാരടുത്തും ഹലോ പറയൂ. ഹലോ ഹലോ ചേച്ചി, ഹലോ ചേട്ടാന്ന് പറയണേ. പറയോ ഹലോ ചേച്ചി, ഹലോ ചേട്ടാ. കരയാൻ തുടങ്ങിയിട്ടോ. പുള്ളി മറ്റേ പാല് കുടിച്ച ഉടനെ ഇതിൽ കിടക്കാനല്ല പുള്ളി പ്രിപ്പയർഡ് ആയത്. കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കാനായിരുന്നു. ഇത് ദീപ ചേച്ചി തന്ന ഗിഫ്റ്റാ. ഇവൻ ജനിക്കണതിന്റെ മുന്നേ ആ സാധനം കാർ സീറ്റിന്റെ മുകളിൽ തൂക്കാൻ വേണ്ടിയിട്ട്.
നമ്മൾ ഏത് സ്ട്രോളറാ വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ സൈബെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്രിയാം എന്ന് പറയുന്ന വീഡിയോന്റെ ക്ലാരിറ്റിയിൽ ഇവിടുന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുക. കാരണം എൻ്റെ ഫോൺ ഓഫായി, ഞാൻ വിഷ്ണുവിന്റെ ഫോണിൽ എടുത്തോണ്ടിരിക്കണേ. അപ്പോൾ സൈബെക്സിന്റെ പ്രിയാം എന്ന് പറയുന്ന ഒരു മോഡലാട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അത് ഞാൻ അകത്ത് കയറിയിട്ട് കാണിച്ചിട്ട് നമുക്ക് നമ്മളിരിക്കുന്ന ഇതനുസരിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ. എന്താ അതിന്റെ ബേസിന് പറയാ വിഷ്ണു? ഒരു ബേസും ഇല്ലേ കാർ സീറ്റിന്? നേരെ നമ്മൾ സീറ്റിലല്ല വെക്കുന്നത്. ഓ, അങ്ങനെയാണത് പറയാ. റൂഫ് ടോപ്പ് ബാർ എവിടെയാ? റൂഫ് ടോപ്പിൽ മറ്റേ ബ്രോഡാഡിയിൽ പറഞ്ഞ പോലെ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇരിക്കുന്ന പൊസിഷനിലോട്ട് വണ്ടി ഓടുന്ന സമയത്തല്ലാത്ത സമയത്ത് നമുക്ക് തിരിച്ചൊക്കെ വെക്കാം കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ച ചെറിയ തണുപ്പുണ്ടായിരുന്നെങ്കിലും ഇന്നോട്ട് വെതർ നല്ലതാട്ടോ. നല്ല ക്ലിയർ സ്കൈ ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം. പക്ഷെ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമ്മൾ ഫോൾ സീസണിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. വന്നപ്പോക്ക് നമുക്ക് ദോശയും എനിക്ക് വെള്ള ചായയും വിഷ്ണുവിന് ചായയും സാമ്പാറും എല്ലാം റെഡിയാക്കിയ മഹത്വമാണ് പിന്നിൽ നിൽക്കുന്നത്. എന്തായാലും അമ്മമാരുടെ ഒരു സ്പീഡ്. യുവി ഗുഡ് ബോയ് ആയിരുന്നു ഒന്ന്. അൻഷിമ അൻഷിമ അൻഷിമുമ്മ ഒരാഴ്ച കൊണ്ടാണ് വിഗാണത്. ഫസ്റ്റ് എടുക്കണവർക്ക് കിട്ടും. പെട്ടെന്ന് എടുത്തോ. പുതിയ വാട്ടർ ബോട്ടിലിന് റേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഷെറീർ 6.5ഉം വിഷ്ണു 1ഉം. ഈ പൂവ് ഗാർബേജിക്ക് ഇനി സ്വന്തമായിട്ട് പോകേണ്ടി വരും. എന്തായാലും വേറെ ആരും കൊണ്ടുപോകില്ല. അച്ഛന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അച്ഛൻ പോയിട്ട് ഞാൻ ഏറ്റെടുക്കും. അച്ഛൻ പോയാൽ നിനക്ക് കുറെ പണി ഉണ്ടാവില്ല. അമ്മ പോയാൽ എനിക്ക് അതിലും കൂടുതൽ ഞാൻ പണിയിൽ തന്നെ ഇരിക്കും. നിങ്ങളൊന്നും ചിലപ്പോ എന്നെ കാണാൻ കിട്ടുണ്ടാവില്ല. ഭയങ്കര നേരത്തെ ഞാൻ ഇവരുടെ ഡ്രസ്സിന്റെ സൈസ് മാറുന്ന കാര്യം പറഞ്ഞില്ലേ, അതിനേക്കാളും അൻഷിഫ പറയായിരുന്നു ഓരോരോ ആഴ്ച കാണുമ്പോഴും വ്യത്യാസം വരുന്നുണ്ട് പിള്ളേർക്ക് എന്നുള്ളത്. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി രസമുണ്ട് കേട്ടോ. അതായത് കുറച്ചും കൂടി റെസ്പോൺസീവ് ആയിട്ടുണ്ട്. മുഖത്തൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ അതേപോലെ നമ്മൾ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ കാണിക്കുമ്പോൾ അതിനനുസരിച്ച് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ആ നീട്ടിയിട്ടുള്ള വണ്ടി കേട്ടറിയാം. എത്തിയിരിക്കുന്നു. ആരാണ് വന്നിരിക്കുന്നത്? റൂഹി എണീറ്റോ? ആ, ലൈറ്റ് ഇടാം. ഇതാരാണ്? ഹലോ ഹലോ, ഹേ ഡാൻഹി. സഞ്ജയുടെ കുറച്ച് മെച്യൂരിറ്റിക്കാണോ കണ്ണട ഒരു സയന്റിസ്റ്റ്. ആരാണത്? മുഖത്ത് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ആ, ചെറിയ ഒരു സൈഡില് ചെറിയ നുണക്കുഴി ഉണ്ട്. പക്ഷെ ആരുടേന്ന് നുണക്കുഴി കിട്ടിയത്? ആരാണ് ആര്യത്? ആര്യക്ക് ഇഷ്ടമായോ ബേബിനെ? ഇഷ്ടമായോ? നല്ല നല്ല ഭംഗിയുണ്ട്. മറ്റേ പ്രാണ ഓരോ ഡിസൈൻസ് പോലെ കാർണിവൽ. എനിക്ക് ഇത് ആക്ച്വലി ഇങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. ലൈക്ക് സ്റ്റിച്ച് ചെയ്യണം നമ്മള് പ്രാണയുടെ ഒക്കെ. ഞാൻ സനിക്ക് നോക്കിണ്ടായിരുന്നു. അമ്മ ചേച്ചി ഇട്ട് കൊടുത്തു ഫോട്ടോ എടുക്കണം.
ഇപ്പൊ എനിക്ക് ക്യാഷിനുള്ള പ്രശ്നം ഇവനോട് കടം ചെയ്യേണ്ട കൈ പിടിച്ച് ഇന്നാ കൈ പിടിച്ച് മോനെ. യു വി ബോയ് ചെറുതായിട്ടല്ല നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഇന്ന് പുറത്തൊക്കെ ആവുകൊണ്ടേ കുറച്ച് ടയർഡായിരുന്നു തോന്നുന്നു. എല്ലാവരും തിരിച്ചെത്തുന്ന സമയമല്ലോ നാട്ടിൽ നിന്ന്. ഇന്നലെ അമ്മു ചേച്ചി സഞ്ചേട്ടനും എത്തിയായിരുന്നു. മിനിയാന്ന് അച്ചേച്ചി എത്തി. ഇന്ന് റോസും വിനീതും എത്തുകയാണ്. ബുധനാഴ്ച ഗീതു എത്തുകയാണ്. അതോടുകൂടെ നാട്ടിൽ പോയ ആൾക്കാരുടെ എല്ലാം തിരിച്ചു വരവ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ 9:15 ആകുമ്പോൾ റോസ് ലാൻഡ് ചെയ്തിട്ടുണ്ട്, വിനിയും സ്റ്റീവും. അപ്പോൾ ഇപ്പോൾ ഷെറീറും വിനീതും കൂടെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി അവർ പിക്ക് ചെയ്ത് അഞ്ചിപ്പടി ഷെറീറിൻ്റെ അവിടെ പോയി കീയൊക്കെ എടുത്ത് അവർ മെല്ലെ വീട്ടിലോട്ട് പോകും. നാളെ മറ്റന്നാളുമായിട്ട് റോസൊക്കെ വരുമായിരിക്കും. അങ്ങനെ ചെറിയൊരു വ്ളോഗായിരുന്നു. പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടെ പുറത്തു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.